വീണ്ടും നമ്മൾ സെൻട്രൽ ജയിലിലേക്ക് പോവുകയാണ്. ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ ആരുടെയും സഹായം കിട്ടിയില്ല എന്നാണ് ജയിൽ DIG വി വിജയകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. ജീവനക്കാരോ തടവുകാരോ സഹായിച്ചതിന് തെളിവില്ല. രാത്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനടക്കം വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അഴി എങ്ങനെ മുറിച്ചു എന്നറിയാൻ ശാസ്ത്രീയ പരിശോധന വേണമെന്നും ഇന്നലെ രാത്രി ജയിൽ DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. നമുക്ക് കൃത്യമായി തന്നെ നോക്കാം ഏതെല്ലാം കാര്യങ്ങളാണ് ജയിൽ DGP പറഞ്ഞത്. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് അറിയാം. അതായത് ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരനാണ് ഗോവിന്ദച്ചാമി. മറ്റൊന്ന്, ഗോവിന്ദച്ചാമിയെ ആരും സഹായിച്ചിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ജയിലിനുള്ളിൽ നിന്ന് ആരുടെയും സഹായം ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ജയിൽ DIGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഒറ്റയ്ക്കാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. മറ്റൊന്ന്, ജീവനക്കാരോ സഹതടവുകാരോ ജയിൽ ചാട്ടം അറിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോഴും ഈ ജയിലിനുള്ളിലുള്ള സഹതടവുകാരൻ ചാടാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. അവിടെ ഒരു ചോദ്യമായി നിൽക്കുകയാണ്. ഒരു സംശയം അവിടെ ഉണർത്തുന്നുണ്ട്. അതിന് ഉത്തരം നൽകേണ്ടതും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഇടത് കൈക്ക് അസാമാന്യ കരുത്തുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഗോവിന്ദച്ചാമിയുടെ ഇടത് കൈക്ക് സാധാരണ ഒരു കൈയുടെ കരുത്തുണ്ട്. ഒരാളെ ഇടിക്കാൻ പോലും ഈ കൈ കൊണ്ട് കഴിയുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സെല്ലിൽ തുണി എങ്ങനെ എത്തി എന്നതിലും പിന്നെയും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. അടുത്തതായിട്ട് സഹതടവുകാരുടെ കഴുകാനിട്ട തുണി ഉപയോഗിച്ചുകൊണ്ടാണ് ജയിൽ ചാടിയത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സഹതടവുകാരുടെ തുണി എങ്ങനെ ജയിലിനകത്തെത്തി, ആ തുണി കണ്ടിട്ട് ഈ ആരും, അതായത് ഈ ജയിൽ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് നടപടിയെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, ജയിൽ ചാടാൻ വേണ്ടി ഗോവിന്ദച്ചാമി ഉപയോഗിച്ചത് 2 വീപ്പകൾ മതിലിന് സമീപം വെച്ചായിരുന്നു ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം എന്നുള്ളതാണ്. അതിൽ ഒരു വീപ്പ നേരത്തെ തന്നെ മതിലിന് സമീപം ഉണ്ടായിരുന്നു. ഒരു വീപ്പയും കൂടെ അതിന് പുറത്ത് വെച്ചുകൊണ്ടായിരുന്നു പൊക്കം എത്തിക്കാൻ വേണ്ടി മറ്റൊരെണ്ണം കൂടി എത്തിച്ചുകൊണ്ടാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത് ഈ റിപ്പോർട്ടിൽ. മറ്റൊന്ന്, അഴി എങ്ങനെ മുറിച്ചു എന്നതിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അഴി മുറിക്കാൻ വേണ്ടി വിശദമായി മുറിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സാമഗ്രികൾ ഇവിടെ എത്തിച്ചിട്ടുണ്ടോ എന്നതിൽ ശാസ്ത്രീയമായ അന്വേഷണം വേണമെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എത്ര ദിവസം കൊണ്ട് ഏത് ആയുധം ഉപയോഗിച്ചു എന്നതാണ് ശാസ്ത്രീയമായി കണ്ടെത്തേണ്ടത്. അരം പോലുള്ള ഉപകരണം ജയിലിൽ നിന്ന് ഈ ഗോവിന്ദച്ചാമിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇത് ഉപയോഗിച്ച് മുറിക്കാൻ ഏറെ കാലമെടുക്കും എന്ന സംശയവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന്, ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ടിന് വീഴ്ചയുണ്ടായി. ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ തയ്യാറെടുത്ത ഗൂഢാലോചന അധികൃതർ അറിയാതെ പോയത് വീഴ്ചയാണ് എന്ന് റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യത്തിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിന് വീഴ്ചയുണ്ടായി. CCTV നോക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ രോഗിക്കൊപ്പം ആശുപത്രിയിലേക്ക് അയക്കേണ്ടി വന്നത് ആൾക്ഷാമം മൂലമാണ് എന്ന് DIGയുടെ റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. DIGയുടെ റിപ്പോർട്ടിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സമഗ്രമായി പരിശോധിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതലുള്ള വിശകലനം തിരുവനന്തപുരത്ത് നിന്നും ഷിജോ കുര്യൻ നൽകും. അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് കേരള സമൂഹം ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. എങ്ങനെ ഗോവിന്ദച്ചാമി അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആ മതിൽ ചാടിക്കടന്ന് എങ്ങനെ പുറത്തേക്ക് വന്നു എന്നുള്ളത് കേരള സമൂഹത്തെ ഞെട്ടിച്ച കാര്യമാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിൽ DIGയുടെ നേതൃത്വത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടന്നിരുന്നു. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ജയിൽ DGPക്ക് കൈമാറുകയും ചെയ്തത്. ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാനായിട്ട് ഒരാളുടെ പോലും സഹായം ലഭിച്ചില്ല. ഗോവിന്ദച്ചാമി ഒറ്റയ്ക്കാണ് അതീവ സുരക്ഷ ഉണ്ട് എന്ന് പറയപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയത്. ഒരാളുടെ പോലും സുരക്ഷയില്ലാതെ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്ന് ജയിൽ DIGയുടെ റിപ്പോർട്ടിലുണ്ട്. സഹതടവുകാരുടെയോ അല്ലെങ്കിൽ ജയിൽ ജീവനക്കാരുടെയോ ഒരു സഹായം പോലും ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ജയിലിൽ ഒരു വലിയ പ്രശ്നക്കാരനായിട്ട് തന്നെയാണ് ഗോവിന്ദച്ചാമി അറിയപ്പെടുന്നത്. സ്ഥിരം പ്രശ്നക്കാരനായ ഗോവിന്ദച്ചാമി മറ്റ് സഹതടവുകാരോട് പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുമുള്ള സഹായം സഹതടവുകാരുടെ ഭാഗത്ത് നിന്ന് ജയിൽ ചാടാൻ ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ജയിൽ DIG അന്വേഷണത്തിൽ കണ്ടെത്തി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ബാഹ്യമായിട്ടുള്ള
എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ജയിൽ DIG കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഇതിനകത്ത് ഗോവിന്ദച്ചാമി രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചത് നമുക്കറിയാം, ജയിലിന്റെ സെല്ലുകൾ അറുത്തുമാറ്റിയ നിലയിൽ നിന്ന് അറുത്തുമാറ്റി അവിടുന്ന് പുറത്തേക്ക് കടന്ന് പിന്നീട് മതിലിന് തൊട്ടു താഴെ 2 വീപ്പകൾ കയറ്റി വെച്ച് അവിടുന്ന് തുണി ഉപയോഗിച്ച് ഇലക്ട്രിക് പോസ്റ്റിൽ കുരുക്കിട്ട് അങ്ങനെ ചാടിയാണ് ഗോവിന്ദച്ചാമി ഏതാണ്ട് 7 മീറ്റർ ഉയരമുള്ള മതിൽ ചാടി പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ജയിലിന്റെ അടികൾ മുറിച്ചു മാറ്റിയത്? ഗോവിന്ദച്ചാമി അഴികൾ എങ്ങനെ മുറിച്ചു മാറ്റി എന്നുള്ളതിൽ ഉത്തരം ഇനിയും കെട്ടേണ്ടതുണ്ട്. ജയിലിനകത്ത് എങ്ങനെയാണ് ഇയാൾ അഴിമുറിക്കാനുള്ള ആ ആയുധം കടത്തിയത് എന്നുള്ളതിൽ ഉത്തരം തരേണ്ടത് ജയിൽ വകുപ്പ് തന്നെയാണ്. ആ ഉത്തരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.